കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് സമീപം ലഹരിമരുന്ന് പരിശോധനയ്ക്കിടെ പോലീസുകാർക്ക് നേരെ ആക്രമണം. ആക്രമികൾ പോലീസുകാർക്ക് നേരെ കത്തിവീശി. SI ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, എന്താ പറയുക, ഇവരെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ. ഇത് എങ്ങനെയായിരുന്നു ഈ പോലീസുകാർ പരിശോധനയ്ക്ക് എത്തിയത്? പോലീസുകാർക്ക് എന്തെങ്കിലും പരുക്കേറ്റിട്ടുണ്ടോ? വിവരങ്ങൾ പറയൂ. തീർച്ചയായും അക്രമികളെ കൊണ്ടും അതുപോലെ തന്നെ മയക്കുമരുന്ന് വിൽപ്പനക്കാരെ കൊണ്ടും വലിയ ബുദ്ധിമുട്ടിലാണ് നാട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കർശനമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കെതിരെയും അതുപോലെ അത് വിൽപ്പന നടത്തുന്നവർക്കെതിരെയും ശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരുകയാണ്. ഇതിനിടയിലാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരത്ത് മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നു എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി ഡാൻസ് ഓഫ് സംഘം അവിടേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തത്. ആ വേളയിലാണ് മയക്കുമരുന്ന് കടത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ള ഒരു പ്രതിയായിട്ടുള്ള ഷഹൻഷാ എന്ന മലാപ്പറമ്പ് സ്വദേശി പോലീസിനെതിരെ കത്തി വീശിയത്. ഡാൻസ് ഓഫിലെ SIക്കും CPOക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. കത്തി വീശിയതോടുകൂടി CPOയുടെ ഇടത് കൈയിനാണ് മുറിവ് പറ്റിയിരിക്കുന്നത്. രണ്ടുപേരും ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. പിന്നീട് ഈ പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി. പ്രതി ഇപ്പോൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. നേരത്തെ കളവ് കേസ്, അതുപോലെ തന്നെ പിടിച്ചുപറി കേസ്, കൂടാതെ മയക്കുമരുന്ന് വിൽപ്പന തുടങ്ങിയിട്ടുള്ള വിവിധ കേസുകളിൽ പ്രതിയാണ് ഈ ഡുഡു എന്ന് വിളിക്കുന്ന ഷഹൻഷാ. പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പോലീസിനെ ആക്രമിച്ചു. അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് ഇപ്പോൾ വെള്ളയിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ വലിയ രീതിയിൽ പരിശോധന നടത്തുകയാണ്. ഈ ഒരു സമയത്താണ് കോഴിക്കോട് ഇത്തരത്തിൽ പോലീസ് പരിശോധന നടത്തുന്നതിനിടയ്ക്ക് പോലീസിനെതിരെ ലഹരി സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. കോഴിക്കോട് നിന്ന് സമീർ C. മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.